അന്ന. അന്ന, come on. അന്നയെ എന്തുകൊണ്ട് ഞാൻ വിളിച്ചു എന്നറിയാം? അന്നാമച്ചി എത്തി. നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ എന്റെ മകന്റെ കുട്ടിയുടെ പേരും അന്ന എന്നാണ്. അപ്പൊ കുറച്ചു നേരത്തേക്ക് മകൾ ഇവിടെ കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു. നമുക്കതൊരു ആത്മധൈര്യമായി വിഷയങ്ങളിലേക്ക് പോകാം. 10 വിഷയങ്ങൾ വരട്ടെ. നമുക്ക് മലയാളം. മലയാളം മലയാള പണ്ഡിതനല്ലേ? പണ്ഡിതന്മാരെ കണ്ടിട്ടുണ്ട്. ആ ചോദ്യം വരട്ടെ. ഇതിലേത് വാക്കിനാണ് കറുപ്പ് നിറം എന്ന് അർത്ഥമുള്ളത്? 1 ശീതളം, 2 ശ്യാമളം, 3 കോമളം. ഞാൻ തന്നെ പറയണോ? പിന്നെ ആര് പറയും? വേറെ കുട്ടികളോട് ചോദിക്കണോ? കുട്ടി പറഞ്ഞു, പക്ഷെ എനിക്കറിയില്ല. ഞാൻ പറയാം. നേരെ പറയണം. ശീതളം. ശീതവർണം എന്നാരെങ്കിലും പറയൂ? ഇല്ല. കോമവർണ്ണം എന്ന് പറയൂ. പറയൂ? ഇല്ല. പിന്നെ എന്റെ വീടിന്റെ അടുത്തൊരു കോമളം ഉണ്ടായിരുന്നു, അവള് കറുത്ത. ശ്യാമവർണ്ണം എന്ന് പറയൂ. കൃഷ്ണൻ എന്താ പറയുന്നത്? എനിക്ക് യേശുക്രിസ്തുവിന്റെ അറിയുള്ളൂ, കൃഷ്ണന്റെ അറിയില്ല. ഞാനേ അപ്പൊ ശ്യാമളം അല്ലേ? അപ്പൊ നമുക്ക് കൃഷ്ണൻ വേണം അല്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, ഞാൻ ഇതുകൊണ്ടാണ് പഠിപ്പ് നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ഈ ചോദ്യങ്ങൾ ചോദിക്കണ ഒറ്റ കാര്യം, ഞാൻ എന്റെ കാര്യം നോക്കി പോവാട്ടോ. നമ്മള് മര്യാദക്കാണ്. വെറും കൈയോടെ പോകേണ്ടി വരും. വീട്ടിൽ ചെന്ന ആലീസ് കയറ്റു, അതും ഒരു ബുദ്ധിമുട്ട് പിടിച്ച ആ നിലയ്ക്ക് ശ്യാമളം അങ്ങനെ നിൽക്കട്ടെ. ആണോ? ശരി, അങ്ങനെ ആണെങ്കിൽ എന്ത് ചെയ്യണം? ശ്യാമളം. കഴിഞ്ഞില്ലേ? എന്തായി? കഴിഞ്ഞില്ലേ? എന്തായിന്നൊന്നും എനിക്കറിയത്തില്ല. ശരിയാണോ? നിങ്ങൾക്കറിയായിരുന്നു ഇത്? മോനെ ആ ചുണ്ടൊന്നും എനിക്ക് കൂടണ. ഇത് പുറത്തേക്ക് വേടാ, പുറത്തേക്ക് പോ. എന്തായാലും രക്ഷപ്പെട്ടു കേട്ടോ. ചോദ്യം അടുത്തത് ഉടനെ. 9 വിഷയങ്ങൾ. കലകൾ. ഇനി ചോദ്യം വേണ്ടേ? ചോദ്യം. ഇവയിൽ നവരസങ്ങളിൽ പെടാത്തത് ഏത്? 1 ശാന്തം, 2 ശോകം, 3 ശൃംഗാരം. ആലോചിക്ക്. നവരസത്തിന്റെ ആളല്ലേ? ശൃംഗാരത്തിന് നവരസം പെടും. പിന്നെയുള്ളത് ശാന്തവും ശോകാണ്. ശാന്തം സിനിമയായതുകൊണ്ടാണ്? അതുകൊണ്ടല്ല. ശൃംഗാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമുക്കൊക്കെ അറിയാം. ശോകം എന്ന് പറഞ്ഞാലും ഒരു ശോകം. ശാന്തം എന്ന് പറഞ്ഞാലും ഒരു ശാന്തം. ഇല്ല, ഒന്നുമില്ല. അതിങ്ങനെ വെറുതെ. പിന്നെ ശോകം വെറുതെ ആണെന്ന് അല്ല, ശോകം അങ്ങനെയല്ല. ശോകം ഇങ്ങനെ ഇതാണ്. ശാന്തം എന്നാ അങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞങ്ങ് ഉറപ്പിക്കാവുന്നേ ഉള്ളൂ. നല്ലതുപോലെ ആലോചിക്കും. സഹായം വേണമെങ്കിൽ മേടിക്കാം. അല്ല, സഹായം മേടിക്കാം. പിന്നെ പീക്ക്, കോപ്പി, സേവ്, ഇതിലേത് വേണം? ഇതില് ഇനി അതെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. പീക്ക് എന്ന് പറയുന്നത് ഇതാ ഒളിഞ്ഞോട്ടം. ഇവിടെ നോക്കി അത് തെറ്റായിരിക്കും, ശരിയാവത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ആൻസറിലേക്ക് പോവാം. അതല്ല, അവിടുത്തെ ശരിയാണെന്ന് തോന്നിയാൽ അത് എഴുതി വെക്കാം. കോപ്പി എന്ന് പറയുന്നത് ഒളിഞ്ഞോട്ടം തന്നെയാണ്, പക്ഷെ ഇവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് മാത്രമേ എഴുതാനുള്ളൂ. അപ്പൊ ഇങ്ങനെ നോക്കാം. അങ്ങനെ നോക്കല്ല, നോക്കേണ്ടതൊക്കെ എവിടെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
അത് കഴിഞ്ഞാൽ പിന്നെ സെയിം. അത് ദൈവത്തിന്റെ, ഇതാ എനിക്ക് കൃഷ്ണന്റെയും ഇന്നച്ചന് ക്രിസ്തുവിന്റെയും അല്ല. ഞാൻ സ്പർശം എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ കൃഷ്ണനും എനിക്ക് താല്പര്യ. അപ്പൊ എല്ലാരും കൂടെ അങ്ങ് സഹായിച്ചോട്ടെ. സെയിം. അതായത് തെറ്റി പഞ്ച് ചെയ്താലും ഈ കുഞ്ഞ് ശരിയാണ് ഉത്തരം വെച്ചിരിക്കുന്നതെങ്കിൽ ആ ശരി ഉത്തരം ഇന്നച്ചന്റെ ശരി ഉത്തരമായി മാറും. ഓക്കെ, ഏത് വേണം? കോപ്പി എടുത്തോ? അപ്പൊ ഇനി നമുക്കറിയണ്ടേ ഈ കുഞ്ഞ് എന്താ എഴുതിയിരിക്കുന്നത്? നമുക്ക് കോപ്പി അടിക്കണ്ടേ? വേണം. അപ്പൊ കോപ്പി അടിക്കാൻ എവിടെ നോക്കണം? അവിടെ നോക്കും. ഓപ്ഷൻ 2 ശോകമാണ് നവരസങ്ങളിൽ പെടാത്തത് എന്ന് കുഞ്ഞ് പറയും. നമുക്കിനി വേറെ നിവൃത്തിയൊന്നുമില്ല. കോപ്പിയാണ് എടുത്തിരിക്കുന്നത്, അത് എടുത്തേ പറ്റും. ശോകം. ഓക്കെ, പഞ്ച് ചെയ്ത് കഴിഞ്ഞു, അവിടെ പതിഞ്ഞു. പിള്ളേര് ഭയങ്കര കള്ളന്മാരേട്ടാ. കള്ളന്മാരാണോ നമുക്ക് നോക്കാം. അല്ല, ഒന്ന് പറഞ്ഞു തുടരാ. നിങ്ങൾക്ക് എന്നോട് ചുണ്ട് ഇങ്ങനെ പറഞ്ഞൂടെ? എങ്ങനെയുള്ള പിന്നെ നന്നാവുക? അവരിപ്പൊ പറഞ്ഞു തരും. എന്താ അവരൊന്ന് പറഞ്ഞു കൊടുത്തേ? ഇവിടെ പറയും ശോകം. എല്ലാവരും ശോകം എന്നാ പറയുന്നത്. നമ്മൾ അവസാനം ശോകം ആവൂ? നോക്കാം. ചതിച്ചോ? ഇനി ഇങ്ങനെ എഴുതി കാണിക്കണതല്ല ഇഷ്ടം. അപ്പൊ ആ കാശ് കിട്ടിയ പോക്കറ്റിലിടാം അല്ലേ? ബൈജൂസ് 5 ഇഞ്ചോടിഞ്ച്. നിങ്ങൾ ബൈജൂസ് 5ാം ക്ലാസ്സുകാരേക്കാൾ മിടുക്കരോ? കോ പ്രസന്റഡ് ബൈ എയർടെൽ ദ 5G റെഡി നെറ്റ്വർക്ക്. ഒന്ന് ഇരുന്നോളൂ. എവിടെ? കസേര ഇരട്ടെ. വേണോ? കസേര വേണ്ടല്ലോ. വേണ്ട, അല്പം ഇരിക്കൂ. നിങ്ങൾ ബൈജൂസ് 5ാം ക്ലാസ്സുകാരേക്കാൾ മിടുക്കരോ? കോ പ്രസന്റഡ് ബൈ എയർടെൽ ദ 5G റെഡി നെറ്റ്വർക്ക് ആൻഡ് ഇന്നച്ചൻ ഓൺ ദ പോഡിയം ദ ഫസ്റ്റ് ബെഞ്ചർ. ഫസ്റ്റ് ബെഞ്ചിൽ എപ്പോഴെങ്കിലും ക്ലാസ്സിൽ ഇരുന്നിട്ടുണ്ടോ? ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കാറില്ല, ഏറ്റവും ബാക്കിലാണ് ഇരിക്കുക. പക്ഷെ ഇവിടെ ഇപ്പൊ എന്താ ചെയ്യാൻ പോണേ? ചോദ്യങ്ങൾ ചോദിക്കില്ലല്ലോ. അല്ല, ചോദ്യം ചോദിക്കാം. ഞാൻ ഇടയ്ക്കൊന്ന് വേണ്ടേ? അല്ല, പറയാണ് ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇമ്പോസിഷൻ എന്ന് പറഞ്ഞ പരിപാടി താല്പര്യമില്ലാത്ത ആളാണ്. വയസ്സായി, അതുകൊണ്ടാണ് ഇമ്പോസിഷൻ എഴുതി വയ്യണ്ടായി. ഓ, അതെന്താ സംഭവം? അപ്പൊ ടീച്ചർ ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ടീച്ചർ ആദ്യം പറയണത് ഓൾ സ്റ്റാൻഡ് അപ്പ്, ഓൾ സിറ്റ് ഡൗൺ, ഇന്നസെന്റ് സ്റ്റാൻഡ് അപ്പ് ഓൺ ദ ബെഞ്ച്. കാരണം അവൻ അങ്ങനെ താഴെ നിൽക്കേണ്ടവനല്ല, അവൻ വലിയവനാണ്. എപ്പോഴും ഉയരങ്ങളിൽ നിൽക്കണം. അപ്പൊ നമ്മൾ വെക്കേഷൻ കഴിഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് വരുമ്പോ ഞാൻ അടുത്ത കൊല്ലത്തേക്കുള്ള ഇമ്പോസിഷൻ എഴുതി വെക്കും. ടീച്ചർ വന്നു പറഞ്ഞൊരു ചോദ്യം ചോദിച്ചു, ഡൽഹൌസി പ്രഭുവിന്റെ പരിഷ്കാരങ്ങൾ എന്താണ്? നെക്സ്റ്റ് ഇന്നസെന്റ്. അപ്പോ ഇല്ല, അറിയില്ല. നാളെ വരുമ്പോ 25 പ്രാവശ്യം എഴുതി കൊണ്ടുവരും. അപ്പൊ ഞാൻ വെക്കേഷനിലിരുന്ന് എഴുതി വെച്ചിരിക്കുക. എന്തിനാ നാളെ ആവണേ? ഇതാ പിടിച്ചോളൂ, കൂടുതലുണ്ടെങ്കിൽ എങ്ങോട്ട് തന്നോളൂ. എന്നിട്ടും ആ എഴുതി വെച്ച് പഠിച്ച ആ പേരങ്ങോട്ട് കാര്യങ്ങൾ പറയാൻ പറ്റി. എഴുതി വെച്ചത് പഠിക്കാറില്ല, എഴുതുമ്പോഴും മനസ്സ് സിനിമയായിരുന്നു. മനസ്സിലായോ? അപ്പൊ ഇത് വേറെ ഒന്നുമല്ല, നിങ്ങള് 25 എണ്ണം എഴുതി ബാക്കിയുള്ളത് ഇങ്ങോട്ട് തരാൻ പറയും. അപ്പൊ അതെന്തിനാ? അടുത്ത കൊല്ലം എനിക്ക് കൊടുക്കണ്ടേ? ഒരു കൊല്ലം കൊണ്ട് പോണില്ലല്ലോ ഒരു ക്ലാസ്സിൽ. മനസ്സിലായോ? ഇത് ബൈജൂസ് 5ാം തരക്കാരേക്കാൾ കേമന. കുഞ്ഞുങ്ങളെ എല്ലാം വഴി തെറ്റിക്കും. ഇമ്പോസിഷൻ എന്താന്ന് അറിഞ്ഞൂടാത്ത കുഞ്ഞുങ്ങളായിരുന്നു, പാവം. ഓക്കെ, നമുക്ക് ഗെയിമിലേക്ക് പോകണം. ഗെയിമിലേക്ക് പോകുമ്പോ 2 ചോദ്യങ്ങൾക്ക് ഓൾറെഡി അന്നക്കുട്ടി നമ്മളെ സഹായിച്ച് തളർന്ന് നിൽക്കുകയാണ്. ഈ ശീതള ശ്യാമളം നന്നായി പാടും. ഒരു പാട്ട് കേൾക്കണം. പോരട്ടെ പാട്ട്. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച
തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയിടുന്നെല്ലും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. ആ ഇതാണ് നമ്മളങ്ങോട്ട് സുഖിച്ചു വരുമ്പോ നിർത്തിക്കളയും. അതാണ് കുഴപ്പം. ഇത് അവളുടെ സ്ഥിരം പരിപാടിയാണ്. ഓക്കെ.